ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ രാമനാഥൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കൂടെ സ്വപ്നവലിയും മഞ്ജുമയും ഇഷിതയും കൈലാസും ഉണ്ട്. രാമനാഥൻ പറയുന്നുണ്ട്, അതെ, പഴനി ആണ്ടവൻ എന്നെ കൈവിടില്ലെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. എന്തായാലും വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. അരുന്ധി മേഡം നമ്മുടെ മോന് ആ ഒരു കേരള ചാപ്റ്റർ കൊടുത്തു, അവന്റെ കഷ്ടപ്പാടിനുള്ള വില കൊടുത്തു. പിന്നെ സുചിത്രയുടെയും വിനോദിന്റെ ബന്ധം മനസ്സിലാക്കി അനുഗ്രഹ തന്നെ ഒഴിഞ്ഞുപോയി. എല്ലാം നല്ലതിനായിരുന്നു. എന്തായാലും ആ ഒരു ബന്ധം മുടങ്ങിയപ്പോഴേക്കും മഞ്ജിമയും അതുപോലെ തന്നെ സ്വപ്നവലിയും കൂടി ഇഷിതനെയായിരുന്നു കുറ്റക്കാരിയാക്കിയത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, കാര്യങ്ങൾ അറിയാതെ ഒന്നിനും എടുത്തു ചാടി പറയുമ്പോ സ്വപ്നവലി പറയുന്നുണ്ട്, രാമൻ എന്റെ അവസ്ഥയും കൂടി ആലോചിച്ച് നോക്ക്. മുടങ്ങിയത് വിവാഹ നിശ്ചയം മാത്രല്ല, നമ്മുടെ ജീവിതവും കൂടിയാണ്. എന്റെ പിടിവിട്ടു പോയപ്പോഴാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. ആ സമയത്ത് കൈലാസ് പറയണ്ട്, കേട്ടോ ഇഷിതേ, ഞാൻ പെങ്ങള് അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്ന് മഞ്ജിമയെടുത്ത് പറഞ്ഞതാണ്. പക്ഷെ മഞ്ജിമക്ക് അതൊട്ടും തന്നെ ഇഷ്ടമായില്ല, ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നില്ല. എന്തായാലും സത്യങ്ങളൊക്കെ ദൈവം തന്നെ തെളിയിച്ചു തന്നല്ലോ, ഹരഹരോ ഹരഹര എന്ന് കൈലാസ് പറയണ്ട്. കൈലാസിന്റെ വാക്കുകൾ കേൾക്കുമ്പോ ഇഷിതക്ക് പുച്ഛമായിട്ട് തോന്നുന്നത്. ശേഷം മഞ്ജു പറയണ്ട്, അതെന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. എന്തായാലും അനുഗ്രഹയുടെ ആ ഒരു നല്ല മനസ്സ് കാരണം സുചിത്രയുടെ വിനോദ വിവാഹബന്ധം മനസ്സിലാക്കിയിട്ട് അവരെന്നെ വേണ്ടെന്ന് വെച്ചു. പിന്നെ അരുന്ധതി മേഡം ആണെങ്കിൽ മഹേഷിന് ആ ഒരു കേരള ചാപ്റ്റർ കൊടുക്കുകയും ചെയ്തു. എന്തായാലും അവരുടെ മനസ്സ് ഇനി വേദനിപ്പിക്കരുത് എന്ന് പറയാണ്. ആ സമയത്ത് സ്വപ്നവലി പറഞ്ഞിട്ട്, അതെ അതെ, അവരുടെ മനസ്സ് ഇനി വേദനിപ്പിക്കരുത്, അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ രാമനാഥൻ പറയണ്ട്, എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കാനാ, അവരുടെ കമ്പനി നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ മഹേഷ് നോക്കും, അതിനുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്തോളും. എന്നാലും അവരുടെ മനസ്സ് വേദനിപ്പിക്കരുതല്ലോ. എന്നാലും അവരുടെ മോളുടെ വിവാഹ നിശ്ചയമാണ് മുടങ്ങിയിരിക്കുന്നത്. പിന്നെ സുചിത്ര അവളായിട്ട് തന്നെ ഒഴിഞ്ഞു പോയതാണല്ലോ ഈ വിവാഹം വേണ്ടാന്ന് പറഞ്ഞിട്ട്. പറഞ്ഞത് എന്താന്ന് എനിക്ക് മനസ്സിലായി സ്വപ്നം. എന്തായാലും വിനോദ് സുചിത്രനെ വിവാഹം കഴിക്കാൻ പാടില്ല, അതല്ലേ സ്വപ്നവലി പറഞ്ഞു വരുന്നത്. അതെ, അതവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും, അരുന്ധതിക്കും അനുഗ്രഹക്കെ. അതുകൊണ്ട് വിനോദിന വേറെ വല്ല പെണ്ണുങ്ങളെ, നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് വിവാഹ നിശ്ചയം നടത്തണം എന്ന് സ്വപ്നവലി പറയാണ്. കൂടെ മഞ്ജിമയും അത് പറയുന്നുണ്ട്. ശേഷം ഇഷിത പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നില്ല. ഞാൻ പറഞ്ഞിട്ടല്ല വിനോദും സുചിത്രയും ഇഷ്ടത്തിലായത്, ഞാൻ പറഞ്ഞിട്ടല്ല അവർ ബ്രേക്കപ്പും ആയത്. അവരുടെ ജീവിതം അവർ തീരുമാനിക്കട്ടെ, അതിൽ ഞാനൊന്നും പറയുന്നില്ല. അവരെന്താ തീരുമാനിക്കട്ടെ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഇഷിത പറയാണ്. എന്നിട്ട് ഇഷിത അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും രാമനാഥൻ പറയുന്നുണ്ട്, രണ്ടുപേരും കൂടി ഇഷിതനെ കുത്തിയതാണെന്ന് എനിക്ക് മനസ്സിലായി, ഒന്ന് നിർത്തിക്കൂടെ സ്വപ്നം ഈ പറച്ചിലൊക്കെ എന്ന് പറയാണ്. ശേഷം ഇഷിതക്ക് ഒരു കോള് വരുവാണ്. ഇഷിത ഫോൺ എടുത്ത് കുറച്ചുകൂടെ മാറി നിൽക്കുക കേട്ടോ. ഹലോ, അഷിതേച്ചി. അഷിതേച്ചി കരയുവാണോ? എന്തു പറ്റി അഷിതേച്ചി എന്ന് ചോദിക്കുമ്പോ, മോളെ, ഇവിടെ മാധവും അവന്റെ ഭാര്യ ലയയും വന്നിട്ടുണ്ട്. ആ അതിന് അല്ല, അവർക്ക് ഇനി കുഞ്ഞുണ്ടാവില്ലെന്നാ പറയണത്. മാധവിനോട് അത് ആരാ പറഞ്ഞത്? അവര് പുറത്തു പോയിട്ട് ഏത് ഹോസ്പിറ്റലില് ചെക്ക് ചെയ്തായിരുന്നു ലയേനെ. അവിടുത്തെ ഡോക്ടറാ പറഞ്ഞത് ലയക്കിനൊരിക്കലും അമ്മയാവാൻ സാധിക്കില്ലെന്ന്. ലയ ആകെ വിഷമത്തിലാണ്, എപ്പോഴും കരച്ചിലാണ്. ഇവിടെ അതിന്റെ പഴി പോലും നിനക്കാണ് വരുന്നത്. മനസ്സുനി അമ്മയാണെങ്കിൽ ഏത് നേരവും നിന്നെ കുറ്റപ്പെടുത്തലാണ്. നീ മനഃപൂർവ്വം ആ കുഞ്ഞിനെ കളഞ്ഞു എന്നൊക്കെയാണ് ഇവിടെ പറയണത്. അഷിതേച്ചി വിഷമിക്കേണ്ട, എല്ലാം ശരിയാക്കാം എന്ന് പറയുമ്പോഴേക്കും, മോളെ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അഷിത ഫോൺ പിടിച്ചിട്ട് അകത്തേക്ക് കയറി പോവാട്ടോ. ഈശ്വര, എന്റെ ചേച്ചിയുടെ വിഷമം ഒരിക്കലും മാറുന്നില്ലല്ലോ എന്നാലോചിച്ചിട്ട് ഇഷിതക്കും ആകെ വിഷമമാണ്. പിന്നീട് കാണിക്കുന്നത് അനുഗ്രഹേനെയാണ്. അനുഗ്രഹ ഒരു പാർക്കിൽ ഇങ്ങനെ കാത്തിരിക്കുക. അവിടേക്ക് വിനോദ് സുചിത്രനെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. സുചിത്രക്കാണെങ്കിൽ അനുഗ്രഹയുടെ മുഖത്ത് നോക്കാൻ തന്നെ വല്ലാത്തൊരു ചമ്മല് പോലെ. അനുഗ്രഹ പറയുന്നുണ്ട് വിനോദിന്റെ അടുത്ത്, സുചിത്രടുത്ത്, നിങ്ങൾ എന്താ വിചാരിച്ചത്, നിങ്ങളുടെ അടുത്ത് യാത്ര പറയാതെ ഞാൻ പോകുമെന്നോ എന്ന് പറയുമ്പോഴേക്കും സുചിത്ര പെട്ടെന്ന് അനുഗ്രഹനെ കെട്ടിപ്പിടിക്കാണ്ടോ. നീ ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് പറയുമ്പോഴേക്കും, അയ്യേ, ഞാനാണ് നിങ്ങളെ തോൽപ്പിച്ചത്, നിങ്ങളല്ല എന്നെ തോൽപ്പിച്ചത്. വിനോദാണെങ്കിൽ സ്വന്തം ഏട്ടനെ വേണ്ടി എല്ലാം മറന്ന് ഏട്ടന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നു. നീയാണെങ്കിലോ കൂട്ടുകാരത്തിയായിട്ടുള്ള ഞാൻ, അതായത് നിന്റെ കൂടപ്പറപ്പിനെ സ്നേഹിക്കുന്ന കൂട്ടുകാരായിട്ടുള്ള എനിക്ക് വേണ്ടി നീ സ്നേഹിച്ച ആളെ എനിക്ക് വിട്ടു തന്നോ? അപ്പോ നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ ഞാനല്ലേ ശരിക്കും തോറ്റുപോയത്? നിങ്ങൾ എന്താ വിചാരിച്ചത്, ഞാൻ നിങ്ങളുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കുമെന്നോ? നോക്കൂ സുജി, ഞാൻ ആദ്യം വിനോദിനോട് ഇഷ്ടം തുറന്നു പറഞ്ഞത് നിന്നോടല്ലേ. അപ്പൊ തന്നെ നീ എനിക്ക് വേണ്ടിട്ട് വിനോദിനെ വിട്ടു തന്നു. വിനോദാണെങ്കിൽ അതിനപ്പുറം ഏട്ടനെ വേണ്ടിട്ട് നിന്നെ മറന്ന് എന്നെ സ്നേഹിക്കാൻ തയ്യാറായി. എന്തായാലും നിങ്ങളുടെ സ്നേഹം അതെന്നും നിലനിൽക്കണം, എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ. രണ്ടുപേരും കൈ നീട്ടിക്കേ എന്ന് പറയാണ് അനുഗ്രഹ. ആ സമയത്ത് വിനോദും അതുപോലെ തന്നെ സുചിത്ര കൈ നീട്ടുവാട്ടോ. രണ്ടുപേരുടെ കൈയും ചേർത്ത് വെക്കുവാണ് അനുഗ്രഹ. എന്നിട്ട് പറയുന്നുണ്ട്, നോക്ക്, നിങ്ങളിത് എനിക്ക് തരുന്ന വാക്കാണ്, ഇനി ഒരിക്കലും നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടും പരസ്പരം പിരിയില്ലെന്ന്. വിനോദിന് വേണ്ടി ഞാൻ പറയണ കേട്ടോ, ഏട്ടന് വേണ്ടിയിട്ടെന്നല്ല, ലോകത്ത് ആർക്ക് വേണ്ടിയിട്ടും സ്നേഹിച്ച പെണ്ണിനെ വിട്ടുകൊടുക്കാൻ വിനോദിന് തയ്യാറാവരുത്. ആ വാക്ക് വിനോദ് എനിക്ക് തരണം.
ഞാൻ ഈ അനുഗ്രഹക്ക് വാക്ക് തരാണ്. ഇനി ഒരിക്കലും ഞാൻ സുചിത്രനെ കൈവിടില്ല. ഈ ജന്മവും അടുത്ത ജന്മവും എനിക്ക് തുണയായിട്ട് സുജി മതി എന്ന് വിനോദ് പറയാണ്. സുചിത്രയും പറയാണ്, അതെ, ഞാൻ ഒരിക്കലും ഇനി വിനോദിനെ കൈവിടില്ലെന്ന് പറയുമ്പോൾ, ഇപ്പോഴാണ് നിങ്ങൾ ശരിക്കും റൊമാൻറ്റിക് കപ്പിൾ ആയത്. അതെ, സ്നേഹിക്കുന്ന പെണ്ണ് വരുമ്പോ മാത്രമേ ഒരു ആണിനെ റൊമാൻറ്റിക് ആവാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ വിനോദിന് ശരിക്കും റൊമാൻറ്റിക് ആയി എന്ന് പറയാണ്. അല്ല, ഇനി തന്റെ പ്ലാൻ എന്താ എന്ന് വിനോദ് ചോദിക്കുമ്പോഴേക്കും അനുഗ്രഹ പറയണ്ട, നിങ്ങൾ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് നീ പെട്ടെന്ന് പോകണ്ടിടി ഇവിടുന്ന്, നീ ഇപ്പൊ പോവണ്ട എന്ന് പറയാണ്. സുചിത്ര, ഇല്ല, ഞാൻ പോവില്ല. നിങ്ങൾ പറഞ്ഞ എനിക്ക് പോവാൻ പറ്റില്ലല്ലോ, ഞാൻ എന്തായാലും പോകുന്നില്ല. പക്ഷെ നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്യണം. അതെന്താ? അത് നിങ്ങളെ സമയമാകുമ്പോ എനിക്ക് നല്ലൊരാളെ കണ്ടുപിടിച്ച് തരണം. അതിനാ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അയാളുടെ മുഖം കാണുന്നത് പോലും എനിക്കില്ല. നല്ലൊരു പുരുഷനെ നിങ്ങൾ കണ്ടുപിടിച്ച് തരാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അയാളുടെ മുമ്പിൽ കഴുത്ത് നീട്ടും താലി കെട്ടാനായിട്ട്. എന്താ, അതുപോലെ എന്ന് പറയുമ്പോൾ സുചിത്രക്ക് സന്തോഷാവാണ്. സുചിത്ര അനുഗ്രഹനെ കെട്ടിപ്പിടിക്കുകയാണ്. അതെ വിനോദേ, നമ്മൾ തമ്മിലൊരു കടമുണ്ട്. എന്താണെന്ന് പറ. എനിക്ക് മനസ്സിലായി, കോഫിയല്ലേ? അതെ, നല്ല കുട്ടി, കോഫി കുടിക്കുക. അന്ന് സുചിത്രനെ കോഫി കുടിക്കാൻ വിളിക്കാൻ പറഞ്ഞപ്പോഴേക്കും നീ പറഞ്ഞപ്പോഴേക്കും ഞാൻ അത് കേട്ടില്ല. ഇത് നമ്മൾ 3 പേരും കൂടി കോഫി കുടിക്കുന്നു. എന്താ? ശരി എന്ന് പറയാണ്. അങ്ങനെ 3 പേരും കൂടി കോഫി കുടിക്കാൻ വേണ്ടി പോകുക കേട്ടോ. പിന്നീട് കാണിക്കുന്ന മഹേഷിനെയാണ്. മഹേഷ് ഇങ്ങനെ വീട്ടിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷിതയുടെ പിണക്കം എങ്ങനെ മാറ്റും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മഹേഷ്. ഈ പിണക്കം മാറ്റാൻ വേണ്ടി നമുക്ക് ചിപ്പിനൊന്ന് കൂട്ടുകൂട്ടിയാലോ? വേണ്ട, അവള് കൂടുകൂടിയാ ശരിയാവില്ല. അവള് ചിലപ്പോ എന്നെ വഴക്ക് പറയും. ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നിഷിത അങ്ങോട്ടേക്ക് വാതിൽ തുറന്നു വരുവാട്ടോ. 100 പോയിട്ടുള്ള വരവാന്ന് തോന്നുന്നു. അയ്യോ വയ്യായേ, തലവേദന എടുക്കുന്നേ, വെട്ടിപ്പൊളിയണ തലവേദന, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മഹേഷ് പറയാണ്. അത് കേട്ടോണ്ട് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ മഹേഷ്, തല പൊക്കാൻ പറ്റുന്നില്ല, നല്ല തലവേദന, ഓഫ് എന്ന് പറയുമ്പോഴേക്കും ഇഷിത ബാം എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോവാട്ടോ. ബാം എടുക്കാൻ പോവാന്ന് തോന്നണു എന്ന് മഹേഷ് മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ ബാം എടുത്തോണ്ട് ഇഷിത വരുന്നുണ്ട്. എന്ന് മഹേഷ് പെയിൻ ബാം എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോകുകയാണ്. അയ്യോ, അതൊന്നും എടുത്തിട്ട് തലയെ തേച്ചതാ. അയ്യോ, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, തല പൊട്ടുന്ന പോലത്തെ വേദന, അയ്യോ സഹിക്കാൻ പറ്റുന്നില്ലേ എന്ന് പറയുമ്പോഴേക്കും ഇഷിത മനസ്സിൽ വിചാരിക്കണം, ഓഹോ അപ്പൊ അതാണ് പ്ലാന്. മഹേഷ്, ഞാൻ ആംബുലൻസ് വിളിക്കാം. ആംബുലൻസോ? അതെന്തിനാ? അല്ല, ഹോസ്പിറ്റലിൽ പോണം, CT സ്കാൻ എടുക്കാം. എന്താ അസുഖമൊന്നും തന്നെ അറിയണമല്ലോ. ഓ, എനിക്ക് ആ ബാം ഒന്ന് തേച്ചാ മതി, എനിക്ക് സ്കാനിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാണ്. താനൊരു ഡോക്ടറല്ലേ, എന്നെ ഒന്ന് നോക്കെന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയണ്ട, അതെ ഞാൻ പിള്ളേരുടെ ഡോക്ടറാണ്, മൃഗങ്ങളുടെ ഡോക്ടറല്ല. തനിക്ക് എന്നെ കണ്ട മൃഗമായിട്ട് തോന്നണുണ്ടോ? അതെ, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. അതെന്താ, മൃഗങ്ങൾക്ക് തലവേദന വരില്ലേ? മൃഗങ്ങൾക്ക് തലവേദന വരും, മെഡിക്കൽ സയൻസ് പറയാറുണ്ട് മൃഗങ്ങൾക്ക് തലവേദന വരുന്നു. പക്ഷെ മഹേഷിനെ നോക്കാൻ എനിക്ക് സാധിക്കില്ല. അയ്യോ, തല സഹിക്കാൻ പറ്റുന്നില്ലേ. വേറെ നമ്പർ ഇടാം എന്ന് മഹേഷ് മനസ്സിൽ വിചാരിക്കുകയാണ്. പിന്നെ നമ്മുടെ വിനോദിന്റെ സുഹൃത്തിന്റെ വിവാഹക്കാര്യം നമുക്ക് തീരുമാനം എടുക്കണ്ടേ എന്ന് പറയാണ്. അതെന്തിനാ മഹേഷ് തീരുമാനം എടുക്കണത്? വിനോദ് എന്തായാലും സുചിത്രനെ കൈവിടില്ല. കാരണം അവരെ ഒന്നിക്കണം തീരുമാനിച്ച അവരൊന്നിച്ചോളും. അതിലെ മഹേഷ് കൈയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, മഹേഷിന് കേരള ചാപ്റ്റർ കിട്ടിയില്ലേ, പിന്നെന്തിനാ വിവാഹക്കാരൊക്കെ തീരുമാനിക്കേണ്ടത്? ഞാൻ അവന്റെ ചേട്ടനല്ലേ, അപ്പൊ അവന്റെ വിവാഹക്കാര്യം ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? അല്ലല്ല, വിനോദിന് അച്ഛനുണ്ട്, അച്ഛനാണ് വിവാഹക്കാര്യം തീരുമാനിക്കേണ്ടത്. സുചിത്രക്ക് ഞാനും ഉണ്ട്, ഞാനും അച്ഛനും കൂടി തീരുമാനത്തിൽ എത്തിക്കോളാം, കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോകുകയാണ്. ചീറ്റി പോകണല്ലോ, നമ്പറെല്ലാം ചീറ്റി പോകണം, ഒരു നമ്പറും ഫലിക്കുന്നില്ല എന്ന് മഹേഷ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാട്ടോ. പിന്നീട് കാണിക്കുന്ന മനസ്വിനിയാണ്. മനസ്വിനി രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാട്ടോ. മാധവ് അവിടെ നിന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മോനെ മാധവേ, അവൾ പുറത്തേക്കൊന്നും വന്നില്ലേ ലേയ? അമ്പലത്തിൽ പോകാൻ വേണ്ടി ഞാൻ അവളെ വിളിച്ചതാണ്, അവള് വന്നില്ല. അവൾക്ക് എന്താ ദൈവഭക്തി ഒന്നും ഇപ്പൊ ഇല്ലേ എന്ന് ചോദിക്കുമ്പോ മാധവ് പറയുന്നുണ്ട്, അവൾക്ക് ദൈവഭക്തിയൊക്കെ ഉണ്ടായതാണ്. ഒരു 3 മാസം മുമ്പ് വരെ അവൾ എന്നെയും കൊണ്ട് മിക്കപ്പോഴും അവിടെ അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ പോവായിരുന്നു. ആ കുഞ്ഞു പോയത് പിന്നെ അവൾ അമ്പലത്തിലൊന്നും പോവാത്തത്. ഈ കുട്ടിയുടെ ഒരു കാര്യം എന്ന് പറയാണ്. ഞാൻ വിളിച്ചോളാം, മോളെ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അശ്വിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മ എന്നെ വിളിച്ചു. അയ്യോ, മോളെ വിളിച്ചാലും മതി, നിന്നെ ആര് വിളിച്ചടി? ലയ അപ്പോഴേക്കും വരുന്നുണ്ടാ. ഞാൻ എന്റെ ലയ മോളെ വിളിച്ചത്. ലയ മോളെ, ഞാൻ അമ്പലത്തിൽ പോയായിരുന്നു രാവിലെ തന്നെ, മോൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് ചന്ദനം തൊട്ട് കൊടുക്കുകയാണ്. മോളിന് കൈ നീട്ടിക്കെ, മോൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് പൂജിച്ച ചരടാണ് എന്ന് പറയുമ്പോഴേക്കും കൈ നീട്ടിക്കുന്ന വേണ്ടി കൈ നീട്ടിപ്പിച്ചിട്ട് ചരട് കെട്ടാൻ മുമ്പ് ലയ പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് ചരടൊന്നും കെട്ടണ്ട, വേണമെങ്കിൽ മാധവിന്റെ കൈ കെട്ടിക്കൊടുത്തോ. മോളെ, ഇത് നിനക്ക് വേണ്ടി പ്രത്യേകം പൂജിച്ച് നിന്റെ പേരുന്നാളും പറഞ്ഞ് ജപിച്ചതാണ്, അത് നിന്റെ കയ്യിലേ കെട്ടത്, എനിക്ക് വേണ്ട. ഈ ചരട് കിട്ടിയോണ്ട് എനിക്ക് കുഞ്ഞുണ്ടാക്കോ? ഇല്ലല്ലോ. മോൾക്ക് കുഞ്ഞുണ്ടാവില്ലെന്ന് ഇപ്പൊ ആരാ പറഞ്ഞത്? എന്നെ നോക്കിയ ഡോക്ടർ പറഞ്ഞു, എന്റെ വിഷമം കണ്ടപ്പോ പറഞ്ഞു, ഇനി കാത്തിരിക്കേണ്ട, ഒരു അഡോപ്ഷൻ ആണ് നല്ലതെന്ന്. ഈശ്വര, എന്റെ കുടുംബത്തിലേക്ക് ഒരു അഡോപ്റ്റ് ചെയ്യാനോ? അച്ഛൻ ആരാ, അമ്മ ആരാ എന്നറിയാതെ എങ്ങനെ ജനിച്ചെന്ന് പോലും അറിയാത്ത ഒരു കുഞ്ഞ് അഡോപ്റ്റ് ചെയ്യാനോ? എനിക്കിത് കേൾക്കാൻ പോലും വയ്യ എന്ന് മനസ്സുനി പറയാണ്. ശേഷം
ലയ പറയുന്നുണ്ട്, എനിക്കൊരു കുഞ്ഞിനെ തന്നതല്ലേ ദൈവം, അത് ഡോക്ടറിന്റെ അശ്രദ്ധ മൂലം ഇല്ലാതായതാണ്. ആ കുഞ്ഞിനുള്ള പേര് വരെ ഞാൻ കണ്ടുപിടിച്ചതാണ്. എന്റെ സ്വപ്നമായിരുന്നു ആ കുഞ്ഞ്. ഒരു കുഞ്ഞില്ലാതെ ഞാനെന്തിനാ ജീവിക്കുന്നത്? ഉറങ്ങാൻ വേണ്ടി മാത്രമാ? ഒരു കുഞ്ഞില്ലാതെ ഒരു സ്ത്രീയുടെ ജീവിതം എങ്ങനെ പൂർണ്ണമാവണത്? എനിക്കൊരു കുഞ്ഞിനെ വേണം. ഒരു കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് ലയ പറയാണ്. ആ സമയത്ത് മനസ്സിന് പറയുന്നുണ്ട്, മോളെ എല്ലാം ശരിയാവും. എങ്ങനെ ശരിയാവുന്ന? എനിക്കൊരു കുഞ്ഞിനെ ദൈവമായിട്ട് ഇനി തരത്തില്ല. എനിക്കൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ സാധിക്കില്ല. ഒരു അമ്മയാവാൻ സാധിക്കാതെ ഞാൻ എന്തിനാ ജീവനോട് ഇരിക്കണത്? എപ്പോഴും തിന്നാനും ഉറങ്ങാനും വേണ്ടി മാത്രം ഒരു ജന്മമാണോ എന്റെ എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ്. അത് കേട്ട് മനസ്സിന് മാധവക്ക ആകെ ഞെട്ടിയിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് വിനോദ് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇഷിതയാണ് വാതിൽ തുറക്കണത്. ഇഷിത വാ വിനോദ് എന്ന് പറഞ്ഞിട്ട് അകത്ത് വിളിക്കുകയാണ്. എല്ലാവരും വട്ടമേശ സമ്മേളനം പോലെ ഇരിക്കുക കേട്ടോ. വിനോദിന്റെ വിവാഹമാണ് വിഷയം. സുചിത്രനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് മനസ്സിനെയും അതുപോലെ തന്നെ മഞ്ജിമയും പറയാണ്. അത് കേട്ട് നമ്മുടെ ഇഷിത പറയണ്ട, അപ്പൊ വിനോദിന്റെ അടുത്ത വിവാഹ നിശ്ചയവും സ്വാഹ എന്ന് പറയുമ്പോ മഹേഷ് പറയണ്ട, അമ്മ എന്താ അമ്മ ഇങ്ങനെ? അപ്പൊ ഇവനും രണ്ടാമത് വിവാഹം കഴിക്കേണ്ടി വരുമെന്നാണോ അമ്മ പറയണത് എന്ന് ചോദിക്കുമ്പോ മഹേഷേ എന്ന് പറയാണ് സ്വപ്നവല്ലി. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹേഷ് ഇഷിതയുടെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നു കേട്ടോ. ഇഷിത എടോ, ഇഷിത എന്ന് വിളിക്കുമ്പോ എടോ അല്ല എടി എന്ന് പറഞ്ഞിട്ട് ഇഷിത മഹേഷിനെ മൈൻഡ് ചെയ്യാണ്ട് അകത്തേക്ക് കയറി പോവാട്ടോ. അതുപോലെ തന്നെ മനസ്സിന് എന്തൊക്കെ ഒരു കടുത്ത തീരുമാനം എടുക്കാണ്. ആകാശാണെങ്കിൽ പതുക്കെ രചനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. രചന ആണെങ്കിൽ ആകെ ദേഷ്യത്തിലാട്ടോ. പ്രൊമോയിൽ ഇത്രയും ഭാഗം മാത്രമേ കാണിച്ചുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.